മീനാസിനി പി ജയരാജൻ എന്ന രാഷ്ട്രീയ വ്യക്തിത്വം ഇപ്പോൾ കഴിഞ്ഞുപോയ ഒരു തിരുവോണ ദിനം എന്ന മട്ടിൽ ഒരു തിരുവോണ ദിനത്തിൽ RSSകാരാൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച് ജീവച്ഛവമാക്കപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ആ പരിക്ക്, ഒരു കൈ അനങ്ങാത്ത രൂപത്തിൽ ഇപ്പോഴും ആ പരിക്ക് ശരീരത്തിൽ ചരിത്രത്തിന്റെ ഓർമ്മ എന്ന മട്ടിൽ പേറിക്കൊണ്ട് നടക്കുന്ന ആളാണ്. അങ്ങനെ രാഷ്ട്രീയ പശ്ചാത്തലം പി ജയരാജനുണ്ട്. ഇപ്പോൾ ആ അഭിമുഖത്തിൽ, ആ പ്രാദേശിക ചാനൽ കൊടുത്ത അഭിമുഖം നടത്തുന്ന മാധ്യമപ്രവർത്തകൻ കേരളത്തിൽ ഈ പറഞ്ഞ ISIS റിക്രൂട്ട് നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നടന്നിട്ടുണ്ടല്ലോ, അല്ലാതെ ഇപ്പോൾ നടക്കുന്നില്ല എന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും. മാത്രമല്ല പി ജയരാജൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്ന ആ തമ്പനയിലിൽ കേരളത്തിൽ IS റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നതെങ്കിലും അല്പസമയം മുൻപ് വന്ന പി ജയരാജന്റെ ഫേസ്ബുക്ക് വിശദീകരണത്തിൽ കേരളത്തിൽ ഇപ്പോൾ ISIS റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എവിടെയും പറഞ്ഞിട്ടില്ല. മുൻപ് വിരലെണ്ണാവുന്ന റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു. രണ്ടുപേർ ഇപ്പോൾ കേരളത്തിന്റെ ജനസംഖ്യ വെച്ച് നോക്കിയാൽ മൈന്യൂട്ടായ ന്യൂനപക്ഷമാണെങ്കിൽ കൂടി രണ്ട് പേർ എന്ന് MHA പറയുന്നുണ്ടെങ്കിൽ കൂടി രണ്ടുപേരുണ്ടായിട്ടുണ്ട്. ശ്രീ അമീൻ ഹസൻ, കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമിയെക്കുറിച്ചും മുസ്ലിം രാഷ്ട്രീയത്തെക്കുറിച്ചും അതിലെ സാമുദായിക രാഷ്ട്രീയത്തെക്കുറിച്ചും ഈ പറഞ്ഞ രാഷ്ട്രീയ ഇസ്ലാമിന്റെ സ്വാധീനത്തെക്കുറിച്ചും ഒരു ചരിത്രരചന നടത്തുന്ന പി ജയരാജൻ അതിൽ ഒരു ഭാഗമായി ഈ പ്രതിഭാസത്തെക്കുറിച്ച് പറഞ്ഞു പോകുന്നത് പാതകമാണോ അമീൻ ഹസൻ? ഹഷ്മി, ഞാൻ ആദ്യം കരുതിയത് പി ജയരാജൻ ആത്മകഥ എഴുതുന്നു എന്നാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നത് യഥാർത്ഥത്തിൽ ഒരു CPM നേതാവിന്, CPMകാരന് അദ്ദേഹം ജീവിച്ചിരിക്കെ കേരളത്തിൽ സത്യസന്ധമായ ഒരു ആത്മകഥ എഴുതാൻ സാധ്യമല്ല. പിന്നീടാണ് മനസ്സിലായത് അത് ഒരു ഇസ്ലാമോഫോബിയ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം വസ്തുതകളും എന്താണെന്നൊക്കെ ഇനി വിശദമായി വന്നിട്ട് വേണം. ഇതുവരെ പുറത്തു വന്നതനുസരിച്ച് കേരളത്തിൽ നല്ല വളക്കൂറുള്ള മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് പി ജയരാജൻ എഴുതിയിട്ടുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ഒരു പുസ്തകം ഏതൊരു CPM നേതാവിനും കേരളത്തിൽ ഏത് സമയത്തും ഒരു ചെക്സ് ആൻഡ് ബാലൻസും ഇല്ലാതെ കേരളത്തിൽ എഴുതാൻ കഴിയും. നിർബാധം CPM ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധതയുടെ, ഇസ്ലാമോഫോബിയയുടെ ഒരു തുടർച്ചയാണ് പി ജയരാജനും നടത്തുന്നത് എന്നാണ് ആമുഖമായി ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൽ ലോകത്ത് നടക്കുന്ന ഇസ്ലാമിസത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ, സംവാദങ്ങളൊക്കെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഈ ഒരു പാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതല്ല ജയരാജന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റിൽ പി ജയരാജനെ പോലുള്ള CPMലെ വളരെ മുതിർന്ന, എന്നാൽ CPMന്റെ ഔദ്യോഗിക നേതൃത്വവുമായി പലതരത്തിലുള്ള കലഹങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പി ജയരാജൻ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇപ്പോൾ കേരളത്തിൽ നടത്തുന്നു? ആരാണ് പി ജയരാജനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്? CPMന്റെ ഔദ്യോഗികമായ ഒരു പ്രതിനിധിയും പി ജയരാജനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ന്യായീകരിക്കാൻ താങ്കളുടെ ചാനൽ ചർച്ചയിൽ പോലും ഇല്ല. ആരാണ് പി ജയരാജനെ? എന്തുകൊണ്ടാണ് ഇതിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ താങ്കളുടെ ചാനലിൽ ഇന്നലെ വരെ നടന്നുകൊണ്ടിരുന്ന ദിലീപിന്റെ പൾസർ സുനിയുമായി ബന്ധപ്പെട്ട ജാമ്യം കിട്ടുന്നത് വരെയും നമ്മുടെ ചാനൽ ചർച്ചകളിൽ വളരെ സജീവമായും ഗൗരവമായും നടന്നുകൊണ്ടിരുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു ADGP RSSന്റെ വളരെ മുതിർന്ന നേതാക്കളുമായി രഹസ്യമായി 1 വർഷം മുമ്പ് നടത്തിയ ചർച്ചയും അതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്ന വഴിവിട്ട് നടത്തിയെന്ന് മനസ്സിലാക്കാവുന്ന തരത്തിലുള്ള ഇടപെടലുകളും അദ്ദേഹത്തിന്റെ മൗനവുമൊക്കെയാണ്. ആ ഒരു ഘട്ടത്തിൽ പി ജയരാജൻ നടത്തുന്നു. അടുത്ത മാസം പുറത്തിറങ്ങുന്ന ഒരു പുസ്തകത്തിന്റെ ടീസർ പുറത്തിറക്കുമ്പോൾ അദ്ദേഹം നടത്തുന്ന ഒരു അഭിമുഖമാണ്. എപ്പോൾ മിണ്ടണം, എങ്ങനെ മിണ്ടണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുത്, എന്തൊക്കെ പിന്നീട് തിരുത്തണം എന്നൊക്കെ നന്നായി അറിയാവുന്ന ഒരു നേതാവാണ് പി ജയരാജൻ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആദ്യം പറഞ്ഞതും പിന്നീട് തിരുത്തിയതുമൊക്കെ അദ്ദേഹത്തിന്റെ വളരെ ബോധപൂർവമായ ശ്രമങ്ങളാണ്. ഒരു പുസ്തകം വിറ്റഴിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയം പയറ്റുന്ന ഒരാളാണ് പി ജയരാജൻ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ ഒരു മൂവാണ് പി ജയരാജൻ നടത്തുന്നത്. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ എളമരം കരീം ഈ കേരളത്തിൽ കേന്ദ്ര സർവകലാശാലകളിലേക്ക് മുസ്ലിം വിദ്യാർത്ഥികൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നു എന്നൊരു പ്രസ്താവന കോഴിക്കോട് നടത്തിയത് ഹഷ്മിക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ പ്രസ്താവനയുടെ കുഴപ്പം എന്താ വെച്ചാൽ, കേരളത്തിലെ സിജി എന്ന് പറയുന്ന മലബാറിലെ പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളെ അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ് റിക്രൂട്ട്മെന്റ്. ഇത് പിന്നീട് ആരെ ഏറ്റെടുക്കുകയാണ്? RV ബാബു ഏറ്റെടുക്കുന്നു. റിക്രൂട്ട്മെന്റ് ജിഹാദ് എന്ന കോയിനേജ് ഉണ്ടാവുന്നു. VS അച്യുതാനന്ദൻ ലവ് ജിഹാദ് നടക്കുന്നു എന്ന് പറയുന്നു. യോഗി ആദിത്യനാഥ് അത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഇതാ നമ്മുടെ ചർച്ചയിൽ വളരെ സന്തുഷ്ടനായി കാണപ്പെടുന്ന RV ബാബു നിന്നങ്ങോട്ട് അലക്കുകയാണ്. കേരളത്തിൽ ഇന്ത്യയിൽ IS ഉണ്ടായി 2019 ശേഷം
ഒരു സിംഗിൾ കേസ് പോലും 5 വർഷങ്ങളായി കേരളത്തിൽ IS റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ടോ അത്തരത്തിലുള്ള ആരോപണങ്ങളോ, അതിൽ ഭരണകൂടത്തിന്റെ ഇടപെടലുകളുണ്ട്, ധാരാളം നിഗൂഢതകൾ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പ്രസക്തമേ അല്ല എന്ന് വിചാരിക്കുകയാണ്. RV ബാബുവിന്റെ ഭരണകൂടം, കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ള കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ ആ തരത്തിൽ ISന്റെ പ്രവർത്തനം നടക്കുന്നു എന്ന വാദമില്ലാതിരിക്കെ കേരളത്തിൽ 2019 ശേഷം ഇന്ന് വരെ ഒരാളെങ്കിലും ISലേക്ക് പോയി എന്നില്ലാതിരിക്കെ 5 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് ഒരു IS ചർച്ച തുറന്നുവിടുന്നത് ഈ അമ്പാടിമുക്ക് സഖാക്കളുടെ, അതായത് അമ്പാടിമുക്ക് സംഘികളെ ഒരൊറ്റ രാത്രി ഇരുട്ട് വെളിക്കും മുമ്പ് അമ്പാടിമുക്ക് സഖാക്കളാക്കുന്ന മാജിക് നടത്തുന്ന പി ജയരാജൻ, RSSനോട് മത്സരിച്ച് ശ്രീകൃഷ്ണ ജയന്തിക്ക് ബാലഗോകുല യാത്രക്ക് സമാനമായ പാർട്ടിയെ വെല്ലുവിളിച്ച ജാഥ നടത്തുന്ന പി ജയരാജൻ, കാഫിർ വിവാദത്തിൽ പങ്കാളിത്തമുള്ള പി ജയരാജൻ, മാഷാ അല്ലാ സ്റ്റിക്കറിന്റെ പ്രയോക്താക്കളിൽ ഒരാളെന്ന് സമൂഹം സംശയിക്കുന്ന പി ജയരാജൻ നടത്തുന്ന ഈ ഇസ്ലാമോഫോബിയ നിറഞ്ഞ പ്രസ്താവന, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ്, ഔട്ട് ഓഫ് ബോക്സ്, ഇങ്ങനെ ഒരു ഭൂതം പോലെ പടർത്തിവിടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ചർച്ച, ഇതിന്റെ രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചാൽ ആരാണ്? അല്ല, എന്റെ ചോദ്യത്തിന്റെ തുടക്കത്തിലെ ആദ്യ മർമ്മം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ RSSകാർ ഏതാണ്ട് കൊന്നു എന്ന് തീരുമാനിച്ചിട്ടിട്ട് പോയ ആളാണ് പി ജയരാജൻ. അവിടെ നിന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ആളാണ്. RSSകാരുടെ വധശ്രമത്തിന്റെ ജീവിക്കുന്ന ബാക്കി പത്രം ആ കൈകളിൽ പി ജയരാജനെ കാണുന്ന എല്ലാവർക്കും ഓർമ്മ വരുത്തക്ക രീതിയിൽ അതുണ്ടാവുന്നുവെങ്കിൽ PJക്ക് അദ്ദേഹത്തിന്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടാകും? അദ്ദേഹത്തിന്റെ ഒരു കൈ RSSകാരെടുത്ത കൈയാണ് എന്ന തോന്നൽ. RSSന് വേണ്ടി PJ വിടുപണി ചെയ്യും എന്നങ്ങ് പറയുകയാണോ അമീൻ ഹസൻ? RSSന് വേണ്ടിയിട്ടുള്ള വിടുപണിയല്ല ഹാഷ്മി ഇത്. CPMന്റെ രാഷ്ട്രീയം ഇതാണ് എന്നാണ് ഞാൻ പറയുന്നത്. RSS നടത്തുന്ന ഇത്തരം വാട്സപ്പ് വ്യാജ പ്രചാരണങ്ങളുണ്ടല്ലോ, ഇതിന് ആധികാരികത നൽകി കേരളത്തിൽ മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയത്തെ തരാതരം ഉപയോഗപ്പെടുത്തിയ കാഫിർ എന്ന് പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി വടകരയിലെ ഈഴവ മുസ്ലിം സമൂഹത്തിനിടയിൽ നിലനിൽക്കുന്ന CPMനടക്കം പങ്കാളിത്തമുള്ള ഒരു സംഘർഷം, ചരിത്രപരമായ സംഘർഷത്തെ ഉപയോഗപ്പെടുത്തി വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാം എന്ന് തീരുമാനിച്ച ഒരു രാഷ്ട്രീയ കുബുദ്ധി ഉണ്ടല്ലോ, സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായ, ഡിവൈഎഫ്ഐക്കാർക്ക് മാത്രം മനസ്സിലാവാത്ത ആ കാഫിർ സ്ക്രീൻഷോട്ട്, മാഷാ അല്ലാ എന്ന് പറയുന്ന സ്റ്റിക്കർ ആ TPയെ കൊല്ലാൻ വന്ന വാഹനത്തിൽ ഒട്ടിച്ചു വെച്ച ബുദ്ധിയുണ്ടല്ലോ, ഇത് ഇന്നലെയും തുടങ്ങിയതല്ല. അരീക്കോടുള്ള മലപ്പുറത്തെ ഏതോ ഒരു സ്കൂളിൽ ഒരു പച്ച ബ്ലൗസ് യൂണിഫോമിന്റെ ഭാഗമാക്കിയപ്പോൾ PB അംഗം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പ്, കേരളത്തെ വർഗീയ കേന്ദ്രമാക്കി മാറ്റാൻ മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഭരണകൂടം ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇസ്ലാമോഫോബിയയുടെ പ്രചാരണ യുക്തിയുണ്ടല്ലോ, വിജയരാഘവൻ അടക്കമുള്ള ആളുകൾ നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, മലപ്പുറത്ത് പരാജയപ്പെടുമ്പോൾ ഇതാ മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ യുക്തിയുണ്ടല്ലോ, CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തരാതരം കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയത്തോട്, മുസ്ലിങ്ങളുടെ സ്വാഭാവികമായ രാഷ്ട്രീയ എൻഗേജ്മെന്റിനോട് ഒരു രാഷ്ട്രീയത്തിന്റെ തുടർച്ചയാണ്. പി ജയരാജനെ കുറിച്ച്